गणपज जनरञ्जन विशोधनं यमुनतीराञ्चम् जय राम जय कुञ्ज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम जय प्रभुपद प्रभुपद शिल प्रभुपद जय प्रभुपद प्रभुपद शिल हरिनाम संकीर्तन यज्ञ की जय शिल प्रभुपाद की गौरव प्रेमानंद षड्गोस्वामी वृंद की हरे कृष्ण കേൾക്കാമോ കേൾക്കാം പ്രഭുജി. കുറച്ചുകൂടെ സൗണ്ട് നന്നായിരിക്കും. എന്താ മതി കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ ഓക്കെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേൾക്കാല്ല കേൾക്കുന്നുണ്ട് പ്രഭുജി, ക്ലിയർ ആണ്. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ശ്ലോകം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് ശ്ലോകമാണ് നോക്കിയത്? വാചോ വേഗം മനസ്സക്രോധവേഗം ജിഗ്വാവേഗ മുദരം ഉപസ്ഥവേഗം ഏതാൻ വേഗാൻ യോ വിഷഗേതീര സർവമപിമാം പൃഥിവീം സശിഷ്യാത്. ഒരു ആധ്യാത്മിക ഗുരുവിന് ഉണ്ടാകേണ്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഈ ഒരു 6 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ലോകം മുഴുവനും സർവമപിമാം പൃഥിവീം സശിഷ്യാത്, ഈ ലോകം മുഴുവനും ശിഷ്യന്മാരെ സ്വീകരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാകും. അപ്പൊ എന്ത് 6 കാര്യമാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വാക്കിന്റെ ത്വര, പിന്നെ മനസ്സിന്റെ ത്വരയെ നിയന്ത്രിക്കണം, ജിഗ്വ, ഉദരം, ഉപസ്ഥം. ഓക്കെ, അപ്പോ ഈ 6 കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ലോകത്തിലെ എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും ശിഷ്യനായിട്ട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത്. അടുത്തത് രണ്ടാമത്തെ ശ്ലോകത്തില് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ 6 കാര്യങ്ങളെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഭക്തിയെ നശിപ്പിക്കുന്ന 6 കാര്യങ്ങളാണ്. രൂപഗോസ്വാമി പറയുന്ന ഈ ഗോസ്വാമി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്, ഈ 6 കാര്യങ്ങളും അവോയ്ഡ് ചെയ്താൽ നമ്മുടെ ഭക്തി സ്ട്രോങ് ആയിട്ടുണ്ടാകും. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നശിച്ചു പോകും എന്നാണ് പറയുന്നത്. നമ്മൾ പോലും അറിയില്ല നമ്മുടെ ഭക്തി നശിച്ചിട്ട് കൃഷ്ണഭക്തി പോയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ മനുഷ്യജന്മം നെക്സ്റ്റ് ലൈഫിൽ കിട്ടണം എന്ന് പോലും നിർബന്ധമില്ലാത്ത ഒരവസ്ഥയിലോട്ട് നമ്മൾ പോകും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കഴിഞ്ഞ ശ്ലോകവും എല്ലാവരും ഡെയിലി വായിക്കുക. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാരെങ്കിലും ഈ ശ്ലോകം വായിക്കാവോ? ശ്ലോകം പരിഭാഷ്യം എന്ന് വായിക്കും. വായിക്കാം. ഹരേ കൃഷ്ണ.
കേൾക്കാം, വായിച്ചോളൂ. ആയിക്കട്ടെ. വായിക്കൂ പ്രഭു. ആരെങ്കിലും ഒരാൾ വായിക്കൂ. പ്രഭു വായിക്കും. അജിത്ത് പ്രഭു വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. അത്യാഹാര പ്രയാസശ്ച സജ്ജൽപോ നിയമമാഗ്രഹ ജനസംഘസ്യ ലവ്യം ച തദ്ഭിർഭക്തിർവിനശ്യതി. അന്വയവും അർത്ഥവും. അത്യാഹാര അമിതമായ ഭക്ഷണം, പ്രയാസശ്ച അമിതമായ അധ്വാനം, സജ്ജൽപ അനാവശ്യമായ സംസാരം, നിയമ ആഗ്രഹ ജനനിയമങ്ങളിൽ അമിതമായ ആസക്തി അല്ലെങ്കിൽ അവയെ പാടെ ഒഴിവാക്കൽ, ജനസംഘർഷ ലൗകിക ജനങ്ങളുമായുള്ള കൂട്ടുകെട്ട്, ലൗല്യം ച തീവ്രമായ ആഗ്രഹങ്ങൾ, ഷഡ്ബി ഈ 6 കാര്യങ്ങളാൽ, ഭക്തി കൃഷ്ണഭക്തി, വിനശ്യതി നശിച്ചു പോകുന്നു. പരിഭാഷ. താഴെ പറയുന്ന 6 കാര്യങ്ങളിൽ അമിതമായി ഏർപ്പെടുന്നവരുടെ ഭക്തി നശിച്ചു പോകുന്നു. ആവശ്യത്തിലധികം ഭക്ഷിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം സമ്പാദിക്കുക, ദുർലഭങ്ങളായ വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടുതലായി അധ്വാനിക്കുക, ഗൗരവമില്ലാത്ത ലൗകിക വിഷയങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ സംസാരിക്കുക, വൈദിക വിധികളെയും നിയന്ത്രണങ്ങളെയും ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കാതെ ഒഴിവാക്കുവാൻ നിവർത്തിയില്ലല്ലോ എന്ന് ഒരു തോന്നൽ കൊണ്ട് മാത്രം അനുസരിക്കുക, അവ ദൈവിക വിധി നിയന്ത്രണങ്ങളെ വകവയ്ക്കാതെ സ്വേച്ഛാനുസരണം പ്രവർത്തിക്കുക, കൃഷ്ണാവബോധത്തിൽ താല്പര്യമില്ലാത്ത വിഷയികളായ ജനങ്ങളുമായി കൂട്ടുചേരുക, സാധാരണ നേട്ടങ്ങൾക്ക് വേണ്ടി അത്യാർത്തി കാണിക്കുക. ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭു. വായിക്കൂ, കുറച്ചായി. ഭാവാർത്ഥം. എളിമയിൽ കഴിയുവാനും ചിന്തിക്കുവാനും വേണ്ടിയത്രേ മനുഷ്യ ജീവിതം. ഭഗവാന്റെ തൃതീയ ചൈതന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ജീവജാലങ്ങളും എന്നതുകൊണ്ട് എല്ലാവർക്കും അധ്വാനിച്ച് കഴിയേണ്ട രീതിയിലാണ് ഈ ഭൗതിക ലോകം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പുരുഷോത്തമന് 3 വിധം ശക്തികളുണ്ട്. അന്തരംഗ ശക്തി, തടസ്സ ശക്തി, ബഹിരംഗ ശക്തി എന്നിങ്ങനെ ജീവജാലങ്ങളെല്ലാം ചേർന്നതാണ് തടസ്സ ശക്തി. ഇവർ അന്തരംഗ ശക്തിക്കും ബഹിരംഗ ശക്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പരമോത്തമ പുരുഷന്റെ ശാശ്വത സേവകന്മാരെന്ന നിലയിൽ ജീവാത്മാക്കളെല്ലാം ആണവിക ജീവസമ്പത്തുക്കളെല്ലാം അദ്ദേഹത്തിന് വിധേയരാണ്. തന്മൂലം ഇവർ അന്തരംഗ ശക്തിയുടേതായോ ബഹിരംഗ ശക്തിയുടെയോ നിയന്ത്രണത്തിലായിരിക്കും. അന്തരംഗ ശക്തിയുടെ നിയന്ത്രണത്തിലുള്ള ജീവാത്മാക്കൾ അവരുടെ സ്വാഭാവികമായ സഹജമായ പ്രവർത്തനം, അതായത് ഭഗവാന്റെ പ്രേമയുത സേവനം നടത്തുന്നു. ഭഗവത്ഗീതയിൽ 9:13 ഈ സംഘം പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാത്മാനസ്തു മാപാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യ അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിനവ്യയം. പൃഥുകുമാരനായ അർജുന മായയുടെ വലയിലകപ്പെടാതെ മഹാത്മാക്കൾ ദിവ്യപ്രകൃതിയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ പരമപുരുഷോത്തമനായും നാശരഹിതനായും അറിയുന്ന അവർ പൂർണ്ണമായും എന്നെ തന്നെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. അടുത്ത് വായിക്കട്ടെ പ്രഭു. കുറച്ചുകൂടെ വായിച്ചോളൂ. പാരഗ്രാഫ് വായിച്ചു. സങ്കുചിത ഹൃദയരെയല്ല വിശാല ഹൃദയരെയാണ് മഹാത്മാവ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. സങ്കുചിത മനസ്കന്മാർ സാമാന്യമായി ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. എങ്കിലും ചിലപ്പോൾ നാഷണലിസം അല്ലെങ്കിൽ ദേശീയതാവാദം, ഹ്യൂമാനിറ്റേറിയനിസം അല്ലെങ്കിൽ മനുഷ്യത്വവാദം അഥവാ അൾട്രൂയിസം, പരോപകാരവാദം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും വിധത്തിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടുവെന്ന് പറയും. കുടുംബാംഗങ്ങളുടെയോ ജാതിയിൽപ്പെട്ടവരുടെയോ ദേശീയമോ അന്തർദേശീയമോ ആയ സമൂഹത്തിന്റെയോ ആവശ്യത്തിനു വേണ്ടി അവർ സ്വന്തം സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുവാനുമിടയുണ്ട്. എന്നാൽ ഇതെല്ലാം സ്വജനങ്ങളിലേക്കും സ്വസമൂഹത്തിലേക്കുമായി വ്യാപിക്കപ്പെട്ട സ്വന്തം ഇന്ദ്രിയ സന്ദർപ്പണം തന്നെയാണ്. ഭൗതികതയുടെ തലത്തിൽ നിന്ന് നോക്കിയാൽ ഇതെല്ലാം വളരെ നല്ലത് തന്നെ. എന്നാൽ ഇവയ്ക്കൊന്നും
ആത്മീയമായ ഒരു മൂല്യവുമില്ല. ഇത്തരം പ്രവർത്തനത്തിന്റെ ആധാരം വ്യക്തിപരമായ ഇന്ദ്രിയ സന്ദർപ്പണമാണ്, അഥവാ സ്വല്പം വ്യാപകമാക്കിയ സ്വന്തം ഇന്ദ്രിയ പ്രീണനമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ 6 കാര്യങ്ങളെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഇത് വന്നിട്ട് എന്താണ്, താഴെ പറയുന്ന 6 കാര്യങ്ങൾ അമിതമായി ഏർപ്പെടുന്നവരുടെ ഭക്തി നശിച്ചു പോകുമെന്നാണ്. കഴിക്കാതിരിക്കാൻ പറ്റില്ല, കഴിക്കണം, പക്ഷെ അത് അമിതമായാൽ അവരുടെ ഭക്തി നശിച്ചു പോകും. എന്തൊക്കെയാണ് പറയുന്നത്? അമിതമായി പറയുന്നുണ്ട്. കേൾക്കാമോ? മ്യൂട്ട് ചെയ്തോളൂ ബ്രോ. അപ്പം അമിതമായി ഭക്ഷണം കഴിക്കുന്നത്, അമിതമായി അധ്വാനം, അനാവശ്യമായ സംസാരം. അപ്പോൾ ഒരു വ്യക്തി എന്താ പറയുക, കഴിക്കണം, പക്ഷെ അമിതമായി കഴിച്ചാൽ അത് തീർച്ചയായും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ നാവ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഇനിയും കഴിക്കണം, വെറൈറ്റി ആയിട്ട് കഴിക്കണം, എന്ത് കിട്ടിയാലും കഴിക്കണം എന്നെല്ലാം നമ്മുടെ നാവ്, ഇന്ദ്രിയം, അത് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെയാണ് അമിതമായ അധ്വാനം. നമുക്ക് ആവശ്യമാണ്, കാശ് ആവശ്യമാണ്, നമ്മുടെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് കാശ് വേണ്ടി വരും. പക്ഷെ അത് അമിതമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? കാരണം ഇങ്ങനെ നമ്മൾ കാശുണ്ടാക്കി ബാങ്കിലിട്ട് അത് ഒരു തലമുറ 2 തലമുറയ്ക്ക് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തീർച്ചയായും ചത്തുപോകും. അപ്പോൾ ഈ സോള്, നമ്മുടെ അടുത്ത് ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിന് ഇപ്പോൾ ഈ ബോഡി കിട്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ബോഡിയും വേറൊരു ബോഡിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ആ ഫാമിലിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് ലൈഫിൽ ഇതേപോലെ ഈ സോള് തമ്മിൽ കണക്ഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതേ കുടുംബത്തിൽ വരണം, അതേ വ്യക്തികളുടെ അമ്മയായിട്ടോ അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ വരണമെന്നൊന്നും നിർബന്ധമില്ല. വേറൊരു ഫാമിലിയിൽ പോകും, വേറൊരാളുടെ വേറൊരു രീതിയിലായിരിക്കും ജീവിക്കുക. ചിലപ്പോൾ മനുഷ്യരായിരിക്കും, ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം, എങ്ങനെ വേണമെങ്കിലായിരിക്കാം. അപ്പോൾ ഇത്രയും കൂട്ടി വെക്കുന്നത് കൊണ്ട് നമ്മുടെ സമയം, എനർജി ഇതെല്ലാം വേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്തത് കൊണ്ട് എന്ത് ലാഭമാണ് എന്നാണ് ചോദിക്കാനുള്ളത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ലൈഫിലും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട കാര്യമാണ് ചെയ്യേണ്ടത്. ഈ താൽക്കാലികമായ ടെമ്പററി ബോഡിക്ക് വേണ്ടിയിട്ട് ഇത്രയും നെക്സ്റ്റ് ഇനിയും ആവശ്യത്തിനധികം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യമാണ്? നമുക്ക് കഴിക്കണമെങ്കിൽ എത്ര കഴിക്കാൻ പറ്റും? 4 ചപ്പാത്തി കഴിക്കാം മാക്സിമം. കിടന്നുറങ്ങണമെങ്കിൽ ഒരു ബെഡ് കഴിക്കാം, ബെഡിൽ കിടന്നുറങ്ങാം. 10 ബെഡ്റൂം ഉണ്ടാക്കി വെക്കും, ആവശ്യത്തിനധികം ഫുഡ് ഉണ്ടാക്കി വെക്കും. പക്ഷെ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആവശ്യത്തിനധികം കാർ ഉണ്ടാകും, ആവശ്യത്തിനധികം വീടുകൾ ഉണ്ടാകും. ഇതുകൊണ്ട് എന്ത് കാര്യമാണ്? നമ്മൾ കിടന്നുറങ്ങുന്ന 6 അടി അത്രയേ ഉള്ളൂ, ആ ഒരു സ്ഥലത്തിലാണ് കിടന്നുറങ്ങുന്നത്. അതാണ് നമുക്ക് ആവശ്യം. കഴിക്കാൻ എത്ര കഴിക്കാൻ പറ്റും? ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടംപോലെ ആഹാരം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇനി 10 കാർ ഉണ്ടെങ്കിൽ ഒരു കാറിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് ഉണ്ടാക്കുന്നു എന്ന് പോലും അറിയാതെ നമ്മളിങ്ങനെ ആഡംബരമായിട്ട് ജീവാത്മാക്കൾ എൻജോയ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് പറയുന്നത് അമിതമായ അധ്വാനം എന്ന് പറയുന്നത്. അധ്വാനിക്കണം, പക്ഷെ എന്തിനാണെന്ന് പോലും അറിയാതെ അധ്വാനിക്കുന്നവിടെ. അനാവശ്യമായ സംസാരിക്കണം. നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ, ആദ്യത്തെ ശ്ലോകത്തിൽ അതിനാണ് വാചോവേഗം, വാക്കിന്റെ ത്വരയെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, അനാവശ്യമായ സംസാരം. അതാണ് വാക്കിന്റെ ത്വരയെ നിയന്ത്രിക്കാൻ പറഞ്ഞത്. ആരെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു? ഭഗവാനെ കുറിച്ച്. പക്ഷെ അനാവശ്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കും, പിന്നെ വേറെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കും, ഗ്രാമീയ കഥകൾ സംസാരിക്കും. ഇതെല്ലാം അനാവശ്യമായ സംസാരമാണ്. പിന്നെ നിയമാഗ്രഹ എന്ന് പറയുന്നുണ്ട്. അതായത് നിയമങ്ങൾ വേണം, അതിന് മുറുകെ പിടിക്കും. നിയമങ്ങൾ വേണം, നിയമങ്ങളില്ലാതെ പറ്റില്ല, പക്ഷെ അതിന് മുറുകെ പിടിക്കും. അതുകൊണ്ട് പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുക എന്നുള്ളത് എല്ലാവരും വീട്ടിൽ ഭഗവാനെ വെച്ചിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കും, രാവിലെ വെക്കും. ഇതെല്ലാം ഒരു നിയമം പോലെ വെച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ നിയമം എന്താണെന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കുന്നതല്ല, അവിടെ ഭഗവാന്റെ നാമം ജപിക്കലാണ്. പക്ഷെ ചിലര് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു 6 മണിക്ക് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കും, ഒരു 5 മണിക്ക് തുടങ്ങി 6 മണിയാകുമ്പോൾ തീരും. അപ്പോൾ ചില മാതാജിമാർ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വിളക്ക് കത്തിക്കണം എന്ന് പറയും. വിളക്ക് എന്തിനാ കത്തിക്കുന്നത്? ഭഗവാനെ കാണാനും ഭഗവാന്റെ നാമം കേൾക്കാനും. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാമം ജപിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു നിയമം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അതിനെ നിയമ ആഗ്രഹം എന്ന് പറയും. അതിനെയും മുറുകെ പിടിക്കരുത്. ഏതൊരു കാര്യം ആവശ്യത്തിന് വേണം.
അത് എന്തിനു വേണ്ടി? കൃഷ്ണാവബോധത്തിന് വേണ്ടിയിട്ട് വേണം. അതിനെ ഒരുപാട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിയമം അത് നമുക്ക് അപകടമാണ് എന്ന് പറയാണ്. ഇനി തീവ്രമായ ആഗ്രഹങ്ങൾ, ഡിസയർ ഉണ്ടാവും. ജീവാത്മാക്കൾക്ക് ആഗ്രഹമില്ലാത്ത ജീവാത്മാവില്ല. പക്ഷെ തീവ്രമായ ആഗ്രഹം, അത് കിട്ടിയേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ എന്തും കഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ എത്രച്ച ലാഭസന്തുഷ്ട, നമുക്ക് വരുമ്പോൾ അതിനെ ആസ്വദിക്കാം. പക്ഷെ വേറൊരു കാര്യം, കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് അത് പ്രയാസമേറിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ 6 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് അത്? ഭക്തി നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭൗതിക ലോകത്തിന്, അപ്പൊ ഇവിടെ ആദ്യം തന്നെ അതിനകത്ത് പറയുന്നതാണ് 2ാമത്തെ ശ്ലോകത്തിലെ എന്താണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ എങ്ങനെ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എളിമയിൽ കഴിയുവാനും ഉയർന്ന് ചിന്തിക്കുവാനും വേണ്ടി അത്രേ മനുഷ്യ ജീവിതം എന്ന് പറയാണ്. അപ്പൊ മനുഷ്യ ജീവിതം സിമ്പിൾ ലിവിങ് ഹൈ തിങ്കിങ് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അതായത് എളിമത്വത്തോടുകൂടി ജീവിക്കുക, സിമ്പിൾ ലിവിങ്. ഹൈ തിങ്കിങ് എന്ന് പറയുമ്പോൾ പരമപുരുഷനായ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. അതായത് ബാക്കി ചിന്ത ഒന്നും വലിയ ചിന്തയല്ല. നമ്മളൊരു വീട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു മെഷീൻ ഉണ്ടാക്കുക, ഒരു കാർ ഉണ്ടാക്കുക, ഇങ്ങനത്തെ ചിന്തയൊക്കെ അതൊന്നിട്ട് വലിയ ചിന്തയല്ല. പട്ടി 4 കാലിൽ ഓടുമെങ്കിൽ മനുഷ്യർ 4 വീലിൽ ഓടുന്നു എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതും ഓടുന്നുണ്ട്, നമ്മളും ഓടുന്നുണ്ട്. എങ്ങനെയാ, എന്തിനാണെന്ന് അതിനും അറിയില്ല. നായ്ക്ക് ജോലിയില്ല, ഇരിക്കാൻ സമയമില്ല എന്ന് പറയാം. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ. അതുപോലെയാണ് മനുഷ്യര്. എന്തിനാ ട്രാവൽ ചെയ്യുന്ന ഇത്രയും ദൂരം? ഒന്നും അറിയില്ല, ട്രാവൽ ചെയ്യുക. അപ്പോ ഇങ്ങനെയല്ല വേണ്ടത്. സിമ്പിൾ ലിവിങ്. ആവശ്യത്തിന് കഴിക്കണം, ഞാൻ ആവശ്യമായ വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്, ചെറിയ വീട്, താമസിക്കാൻ വീട് ആവശ്യമുണ്ട്. ഇതൊക്കെ സിമ്പിൾ ലിവിങ് ആണ്. ഹൈ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഉയർന്ന ചിന്തയാണ് വേണ്ടത്. എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. എന്താ പറയുക, ഭഗവാന് എത്രത്തോളം, ഭഗവാനെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഭഗവാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഫോളോ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈ തിങ്കിങ്. പക്ഷെ നമ്മൾ നേരെ റിവേഴ്സിലാണ് പോകുന്നത്. എന്താണ് സിമ്പിൾ ലിവിങ് എന്ന് പറയുന്നത്? ഹൈ ലിവിങ് ആണ്, ഹൈ ലെവലിലാണ് ലിവിങ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ലെവലിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ ചിന്ത വളരെ ലോ ക്ലാസ് ആയിട്ട്. എങ്ങനെയാണ്? മൃഗങ്ങളെ പോലെ. എങ്ങനെ ആഹാരം കഴിക്കാം, എങ്ങനെ ഉറങ്ങാം, എങ്ങനെ കുട്ടികൾ ഉണ്ടാക്കാം, പിന്നെ എന്താണ് സ്വയരക്ഷ. അപ്പൊ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കും, അത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാകും. ആഹാരങ്ങൾ വെറൈറ്റി ആയിട്ട് ആഹാരം ഉണ്ടാക്കും. ഉറങ്ങാനുള്ള സംവിധാനം അത് ഭയങ്കര ആഡംബരമായിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്താണ്, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ മൃഗങ്ങളെ പോലെ സിമ്പിളായിട്ട് ചിന്തിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. എന്നാൽ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് നേരെ ഡിഫറെൻ്റ് ആണ്. ഭൗതിക ലോകത്തില് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവത് സേവനം ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ നന്നാക്കി ഈശ്വരന്റെ ലോകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പൊ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ പ്രിസൺ ആണ്, ജയിലാണ്. ഈ ജയിലിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്തായിരിക്കും വെച്ചാൽ, എങ്ങനെ ഈ ജയിലിൽ നിന്ന് പുറത്തു പോകാം, ഫ്രീഡം. എങ്കിലാണ് ആ വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട്, ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഭൗതിക ലോകം എന്ന് പറയുന്നത് ജയിലാണ്. ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ എനർജിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ എനർജിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആധ്യാത്മിക ക്ലേശം, അല്ല, അത് 3 ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? അന്തരംഗ ശക്തി, തടസ്സശക്തി, പിന്നെ ബഹിരംഗ ശക്തി. അങ്ങനെ 3 അപ്പോ അതില് ബഹിരംഗ ശക്തി എന്ന് പറയുമ്പോൾ മായാദേവിയാണ്, മായയുടെ കൺട്രോളിൽ വരുന്ന ശക്തിയാണ്, പ്രകൃതിയാണ്. ഇനി അന്തരംഗ ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഇന്റേണൽ എനർജിയാണ്, ശ്രീമതി രാധാറാണിയാണ്, സുഭദ്രയാണ്. ഇതെല്ലാം ഭഗവാന്റെ ആന്തരികമായ ശക്തിയാണ്, ഭഗവാന്റെ എനർജിയാണ്. അടുത്ത് തടസ്സ ശക്തി എന്ന് പറയുമ്പോൾ ഇതിന്റെ 2ന്റെ ഇടയ്ക്കുള്ള ശക്തിയാണ്. ഈ ശക്തിക്ക്, അതാണ് ജീവാത്മാവ്, നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ജീവാത്മാവാണ് തടസ്സ ശക്തി. ഇതിന്, ഈ മാർജിനൽ എനർജിക്ക് എവിടെ പോകാം? ആധ്യാത്മികമായിട്ട് മാറാം, ഭൗതികമായിട്ട് മാറാം. അത് അവരുടെ ഇഷ്ടമാണ്. അതാണ് ഫ്രീ വിൽ, സ്വാതന്ത്ര്യം ഈശ്വരൻ തന്നിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായിട്ട് മാറാം? ആധ്യാത്മിക ശക്തിയായിട്ട് മാറാം, അല്ലെങ്കിൽ നമുക്ക് ഭൗതിക ശക്തിയായിട്ട് മാറാം. ഇങ്ങനെയാണ് പ്രകൃതി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതില് നമ്മൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ആധ്യാത്മിക ശക്തിയായിട്ട് മാറാൻ സാധിക്കും. അത് മനസ്സിലാക്കിയില്ലെങ്കിലോ അത് മാറാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മഹാത്മാവ് എന്ന് പറയുന്ന വ്യക്തി അത് മനസ്സിലാക്കും. ആ വ്യക്തി അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് ആ ഭഗവാന്റെ കൺട്രോളിലാവും. അവര് ഭൗതിക ലോകത്തിന്റെ കൺട്രോൾ, ഈ ത്രിഗുണത്തിന്റെ കൺട്രോളിൽ വരില്ല, അല്ലെ? അവര് ഈശ്വരന്റെ കൺട്രോളിലാണ്, ആധ്യാത്മിക നിയന്ത്രണത്തിലായിരിക്കും ആ വ്യക്തികൾ വരിക എന്നുള്ളതാണ്. അടുത്തത് അതിന്റെ കൂടെ ഉള്ളത് ബാക്കി വായിക്കാവോ? വായിച്ചത് ഇതിന്റെ താഴെയുള്ളത്. അല്ല പ്രഭു, മാതാജി വായിക്കട്ടെ പ്രഭു, ഒരാൾ വിട്ട് വായിക്കാം. പരമപുരുഷോത്തമല്ലേ സ്റ്റാർട്ടിങ് പ്രഭു? ഓക്കെ. മുമ്പ് ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരമപുരുഷോത്തമനായ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമേ ഒരാളെ മഹാത്മാവ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. മുമ്പ് ഉദ്ധരിച്ച ഭഗവത്ഗീത പദ്യത്തിലെ ദൈവീം പ്രകൃതിയും എന്ന വാക്കുകളുടെ പ്രയോഗം കൊണ്ട് പരമപുരുഷോത്തമന്റെ അന്തരംഗ ശക്തിയുടെ അഥവാ ആനന്ദ ശക്തിയുടെ നിയന്ത്രണം എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീമതി രാധാറാണി എന്ന അവസ്ഥയിലോ അഥവാ രാധാറാണിയുടെ വികാസമായ സൗഭാഗ്യ ദേവതയായ ലക്ഷ്മി എന്ന അവസ്ഥയിലോ ഭഗവാന്റെ ഈ ആനന്ദ ശക്തി പ്രകാശിതമായിരിക്കുന്നു. ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ നിയന്ത്രണത്തിൽ അകപ്പെട്ട ജീവാത്മാക്കളുടെ ഏക പ്രവർത്തനം കൃഷ്ണന്റെ അഥവാ വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് മാത്രമാണ്. ഇതാണ് മഹാത്മാവിന്റെ സ്ഥിതി. മഹാത്മാവല്ലാത്തവൻ സങ്കുചിതനായ ദുരാത്മാവാണ്. അങ്ങനെ അവികസിത ഹൃദയരായ ദുരാത്മാക്കൾ എപ്പോഴും ഭഗവാന്റെ ബഹിരംഗ ശക്തിയായ മഹാമായയുടെ നിയന്ത്രണത്തിലായിരിക്കും. യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തുള്ള എല്ലാ ജീവന്മാരും മഹാമായയുടെ വിധേയത്വത്തിൽ കഴിയുന്നവരാണ്. ജീവന്മാരെ ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 വിധം ക്ലേശങ്ങളിൽ അകപ്പെടുത്തി വലയ്ക്കുക എന്നതാണ് മഹാമായയുടെ പണി. വരൾച്ച, ഭൂകമ്പം, കൊടുങ്കാറ്റ് എന്നിങ്ങനെ ദേവന്മാർ മുഖാന്തരം ഉണ്ടാകുന്ന ക്ലേശങ്ങളെ ആദി ദൈവികം എന്നും കൃമികീടാദികൾ, വൈരികൾ മുതലായവ മറ്റു ജീവികൾ മുഖാന്തരം ഉണ്ടാകുന്ന ക്ലേശങ്ങളെ ആദി ഭൗതികമെന്നും സ്വന്തം മാനസിക ശാരീരിക ക്ലേശങ്ങളെ ആധ്യാത്മികമെന്നും പറയുന്നു. ദൈവഭൂത ആത്മഹേതുവ എന്ന സാരം. ഭഗവാന്റെ ബഹിരംഗ ശക്തിക്ക് വിധേയരായി ഈ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഉപാധിബദ്ധരായ ജീവാത്മാക്കൾ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. വായിക്കണോ പ്രഭുജി? ഉപാധിബദ്ധരായ ജീവന്മാർ നേരിടുന്ന മുഖ്യമായ പ്രശ്നം ജന്മ, മൃത്യു, ജരാവ്യാധികളുടെ ആവർത്തനമാണ്. ഭൗതിക ലോകത്തിൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും നിലനിൽപ്പിനു വേണ്ടി ഒരാൾക്ക് പ്രവർത്തിക്കേണ്ടതായി വരുന്നു. എന്നാൽ കൃഷ്ണാവബോധം പ്രായോഗികമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഈ പ്രവൃത്തികളെ നമുക്ക് എങ്ങനെ നിർവഹിക്കാം? ഭക്ഷ്യസാധനങ്ങൾ, വസ്ത്രങ്ങൾ, ധനം മുതലായവ വസ്തുക്കൾ ശാരീരിക നിലനിൽപ്പിനു വേണ്ടി സംഭരിക്കേണ്ടത് ആരുടെയും ആവശ്യമാണ്. എന്നാൽ ശരീരത്തിന്റെ മിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടതിലധികം അയാൾ ഇവയൊന്നും സംഭരിക്കരുത്. ഈ സരളമായ തത്വം അനുസരിച്ചാൽ ശരീരം നിലനിർത്തുവാൻ പ്രയാസം ഉണ്ടാവുകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ നമ്മള് ഭഗവാന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഭൗതിക ലോകത്തിലെ ആൾക്കാര് എന്താ പറയാ, ഒരു 99% ആൾക്കാർ മായയിൽപ്പെട്ടവരായിരിക്കും. മായയുടെ ആധിപത്യത്തിലായിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ട് അവര് എങ്ങനെയാ വെച്ചാല് ചിലര് ഒരു രാജ്യത്തിനെ സ്നേഹിക്കുക, ചിലരെന്ന് വെച്ചാൽ ത്യാഗം ചെയ്യും. എങ്ങനെ ത്യാഗം ചെയ്യും വെച്ചാൽ അവരുടെ ഇന്ദ്രിയ സുഖങ്ങളെ മാറ്റും. അവർ ഇന്ദ്രിയ സുഖത്തിലോട്ട് പോകുന്നില്ല. അവര് ആർക്ക് വേണ്ടിയാണ് പിന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരറിയാതെ പിന്നെയും ഇന്ദ്രിയ സുഖമാണ്, വേറൊരു ഇന്ദ്രിയ സുഖമാണ്. എന്താണ്? രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ സേവനം ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് അവർ സേവനം ചെയ്യും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ സേവനം ചെയ്യുക. പക്ഷെ അവരുടെ എൻജോയ്മെന്റ് അവർ മാറ്റി നിർത്തി. പക്ഷെ ഇപ്പൊ എന്താ വേണ്ടി ചെയ്യുന്നത്? ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഇതും ഇന്ദ്രിയ സുഖം തന്നെയാണ്. ഇതും ഭൗതികമായിട്ട് ഭൗതികത്തിന്റെ നിയന്ത്രണത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇതുകൊണ്ട് അയാൾ തിരിച്ചും നമ്മൾ പറയുന്ന പോലെ ഈ അത്യാഹാര എന്ന് പറയുന്നത് ആവശ്യത്തിനധികം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പ്രവർത്തി കൃഷ്ണന് വേണ്ടിയല്ല എന്നുള്ള കാര്യത്തിൽ അങ്ങോട്ട് വരും.
യഥാർത്ഥത്തില് അവര് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഹാപ്പി ആക്കാനായിട്ട്, ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി വേണം പ്രവർത്തിക്കാനായിട്ട്. പക്ഷെ അങ്ങനെയല്ല ഇവര് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അവർ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ എൻജോയ്മെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും. പിന്നെ സമൂഹത്തിന് മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരായിരിക്കും. ഇതെല്ലാം എന്ത് തന്നെയാണെന്ന് വെച്ചാൽ ഭൗതികമായ വിഷയം തന്നെയാണ് അവർക്ക്, അത് ആധ്യാത്മികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഭൗതിക ലോകത്തിലെ ആൾക്കാർ ചെയ്യുന്നത്. അവരെന്തിൽ പെട്ടിരിക്കുകയാണ്? മായയിൽ പെട്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ആയിരുന്നാൽ ഈ ലോകവും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ക്ലേശങ്ങളുള്ള ലോകങ്ങളാണ്, ഇവിടെ ബുദ്ധിമുട്ടില്ല, ഇത് ജയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ എന്താ പ്രശ്നം, എന്താ ഈ ലോകത്തിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ 3 തരത്തിലാണ് ക്ലേശങ്ങൾ ഉള്ളത്. ആധ്യാത്മിക ക്ലേശങ്ങൾ, ആദി ഭൗതിക ക്ലേശം, ആദി ദൈവിക ക്ലേശം. അപ്പൊ എന്താ പറയാ, ആദി ഭൗതിക ക്ലേശം എന്ന് പറയുമ്പോൾ ഒരു ജീവാത്മാവ് വേറൊരു ജീവാത്മാവിനെ ഉപദ്രവിക്കും, അവർക്ക് സ്വൈരത കൊടുക്കില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതിനെയാണ് എന്താ പറഞ്ഞ ആദി ഭൗതിക ക്ലേശം എന്ന് പറയുന്നത്. അപ്പോ ചിലപ്പോ ഒരു നമ്മുടെ ഒരാൾ നമ്മളെ ഉപദ്രവിക്കാം, ഒരു മനുഷ്യൻ ഇനി ഒരു മനുഷ്യനെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ ഒരു യുദ്ധങ്ങൾ തമ്മിൽ നടക്കും 2 കൺട്രീസിൽ തമ്മിൽ. അപ്പോൾ ഒരു രാജ്യത്തിലുള്ള ഒരു വേറൊരു രാജ്യത്തിലുള്ള ആൾക്കാരെ കൊല്ലാം, അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഉറങ്ങുമ്പോൾ രാത്രി കൊതുകുകൾ വന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പം ഈച്ചയോ കൊതുകോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജീവികളൊന്ന് നമ്മളെ ഉപദ്രവിക്കാം, റോഡിൽ പോകുമ്പോൾ പട്ടി നമ്മളെ ഉപദ്രവിക്കാം, ഇങ്ങനെ നമുക്കൊരു ഉപദ്രവം കിട്ടുന്നുണ്ട്. ഇതിനെയാണ് ഒരു ജീവാത്മാവ് വേറൊരു ജീവാത്മാവിന് കൊടുക്കുന്നതിന് ആദി ഭൗതിക ക്ലേശം എന്ന് പറയും. ഇനി ഇത് ഭൗതികമായിട്ട് വന്നതുകൊണ്ട് ഈ ക്ലേശത്തിന് ആദി ഭൗതിക ക്ലേശം. ഇനി ദേവന്മാര് തരുന്ന ക്ലേശം ആദി ദൈവീക ക്ലേശം. ദേവന്മാരെന്ത് ക്ലേശങ്ങളാണ് തരുന്നതെന്ന് പറഞ്ഞാൽ, ജയിലിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുമ്പോൾ ജയിലറോ സൂപ്രണ്ടോ ആരെങ്കിലും വന്നിട്ട് പണിഷ്മെന്റ് തരും, പിടിച്ചു കൊണ്ടിട്ട് അടി തരുന്നു. എന്തിനാ തരുന്നത്? ആ ആൾക്കാർക്ക് അവിടെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോകരുത്, ഇത് ചെയ്യരുത്, ഇത് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഈ നിയമങ്ങളൊന്നും പാലിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ പണിഷ്മെന്റ് തരും, അവർ പ്രത്യേക റൂമിൽ കൊണ്ടുപോയിട്ട് അടി ചെയ്യും. ഇതേപോലെ ദേവന്മാരെന്ത് വെച്ചാൽ ഭൗതികമായിട്ട് പ്രകൃതി നിയമങ്ങൾ തന്നിട്ടുണ്ട്, ഇതിനെല്ലാം തെറ്റിക്കുമ്പോൾ അവർ സുനാമി തരും, അല്ലെങ്കിൽ എന്താ പറയാ ഭൂകമ്പം ഉണ്ടാകും. അപ്പോ പലതരത്തില് കാറ്റുണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും, പേമാരി ഉണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും, മഴയും വെള്ളവും പൊക്കവും ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകും, ആൾക്കാർ മരണപ്പെട്ടു പോകും. ഇതെല്ലാം ഇത് ആര് തന്ന പ്രശ്നമാണെന്ന് വെച്ചാൽ ദേവന്മാർ തന്നതാണ്. അങ്ങനെ ഒരു ക്ലേശം. അടുത്തത് എന്താണ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ക്ലേശം. ആധ്യാത്മിക ക്ലേശവും ഭൗതിക ക്ലേശം തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ചാല് വേറെ ആരും തന്നില്ല, ഒരു ജീവാത്മാവ് തന്ന പ്രശ്നമല്ല, മറ്റൊരു ജീവാത്മാവിൽ നിന്ന് കിട്ടിയ പ്രശ്നമല്ല, അല്ലെങ്കിൽ ദേവന്മാര് തന്ന പ്രശ്നമല്ല, സ്വയം നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന പ്രശ്നമാണ്. അതെങ്ങനെയാണ് സ്വയം വരുത്തി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ആധ്യാത്മിക ക്ലേശം. അതെങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഫ്രണ്ടിനെ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ അവര് നമ്മൾ പിണങ്ങിപ്പോയവരായിരിക്കും. അപ്പൊ അവരിങ്ങനെ അപ്പുറത്ത് കൂടെ പോകുമ്പോൾ എന്തോ സംസാരിച്ചു, നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പോയി. ആക്ച്വലി അവർ വേറെ എന്തോ പറഞ്ഞ് അവർ ചിരിച്ചിട്ട് പോയതാണ്. ഞാൻ മനസ്സിൽ ഉടനെ വിചാരിക്കും, എന്നെ കളിയാക്കിയാണ് ചിരിച്ചിട്ട് പോയി എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഇന്ന് മാത്രം, അപ്പൊ അടുത്തുള്ളവരുടെ അടുത്ത് പറയും, ഇയാൾ എന്നെ കളിയാക്കിയിട്ടാണ് ചിരിച്ചിട്ട് പോകുന്നത്, ഇന്ന് മാത്രമല്ല സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, ഇന്നലെയും ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ചിരിച്ചിട്ട് പോയായിരുന്നു എന്ന് ഞാൻ തന്നെ ഊഹിച്ചിട്ട് അതിനെ കൊണ്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പം വെറുതെ ചിന്തിച്ച് ശരീരത്തിനും കൂടെ വേദന ഉണ്ടാക്കി വയ്ക്കും. തലവേദന വരും, ശരീരവേദന വരും, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. മാനസികമായ പ്രശ്നം ശരീരത്തിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇതിനെ ആധ്യാത്മിക ക്ലേശം. അപ്പൊ ഈ 3 തരത്തിൽ ക്ലേശങ്ങളും എവിടെയുണ്ട്? ഈ ഭൗതിക ലോകത്തിലുണ്ട്. അപ്പോ ഈ ഇത്രയും പ്രശ്നം ഇരിക്കുന്ന സ്ഥലത്തിലാണ് ഈ ഭൗതിക ജീവാത്മാവ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോ യഥാർത്ഥത്തില് അവർ എന്ത് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ പ്രീതിപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായി എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷെ ഭഗവാനെ മറന്നിട്ട് ഭൗതിക പ്രകൃതിയിൽ പെട്ടിട്ട്, അതായത് ഈ ജയിലിനകത്ത് അവർ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവർക്ക് വിഷമമാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് വെച്ചാല്, ജന്മമൃത്യു, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് ദുഃഖാലയം എന്ന് പറഞ്ഞു. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജനിക്കുന്നത് ദുഃഖമാണ്,
ജന്മമൃത്യു, മരിക്കുന്നത് ദുഃഖമാണ്. ജന്മമൃത്യു, ജര, വയസ്സായാൽ ദുഃഖമാണ്. പിന്നെ വ്യാധി, അസുഖം വന്നാൽ ദുഃഖമാണ്. ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് ആരും അപ്പുറത്തെ വീട്ടുകാർക്ക് സ്വീറ്റ് ഒന്നും കൊണ്ടു കൊടുക്കില്ല. എനിക്ക് ക്യാൻസറിന്റെ അസുഖം വന്നു, എനിക്ക് ഇന്ന അസുഖം വന്ന് നിങ്ങൾക്ക് കഴിക്കും. കാരണം അത് ദുഃഖമാണ്, അതുകൊണ്ട് ആർക്കും കൊടുക്കില്ല, അല്ലെ? അപ്പോ ആ പ്രയാസമുണ്ട്. ജനിച്ചാൽ നമ്മൾ മുട്ടായൊക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കും, സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും. പക്ഷെ ആ ജനിച്ച വ്യക്തി കരഞ്ഞിട്ടാണ് ജനിക്കുന്നത്, ആ കുട്ടി കരഞ്ഞിട്ടാണ് ജനിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വേദന അനുഭവിച്ചിട്ടാണ് ഭൂമിയിൽ വന്നത്. പ്രസവിച്ച അമ്മയും കരയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് വേദന സഹിച്ചിട്ടാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ശരിക്കും ഹെവി പെയിൻ ആണ് അനുഭവിച്ചത്. പക്ഷെ ബാക്കിയുള്ളവരവിടെ എന്ത് വിതരണം ചെയ്യും? സ്വീറ്റ്സ് വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ യഥാർത്ഥത്തിൽ കുട്ടി ഭൗതിക ലോകത്തിൽ വരുന്നത് തന്നെ ഒരു ജയിലിൽ വരിക, ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് ദുഃഖമാണ്, അത് സന്തോഷമുള്ള വിഷയമല്ല യഥാർത്ഥത്തിൽ. പക്ഷെ അതാണ് ഇവിടെ ശാസ്ത്രം പറയുന്നത്, അത് ദുഃഖമാണ്. ജനനം ഒരു ദുഃഖമാണ്. മരണം, നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ച ദുഃഖമാണ്. പിന്നെ എന്താണ്? ജന്മമൃത്യു, ജര. വയസ്സായാൽ നമുക്ക് എല്ലാവർക്കും ചെറുപ്പമായിട്ട് കളിച്ച് നടക്കാനാണ് ഇഷ്ടം, വയസ്സാകുന്നത് ഇഷ്ടമല്ല, അല്ലെ? അപ്പൊ വയസ്സാകുന്നത് ദുഃഖമാണ്, അസുഖം വരുന്നത് ദുഃഖമാണ്. ഇതിനെ ആർക്കെങ്കിലും മാറ്റിത്തരാൻ പറ്റുമോ? ഒരു സയന്റിസ്റ്റ് വന്നിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മരുന്ന്? ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല, ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവില്ല, ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാവില്ല, ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം ഈ പ്രശ്നങ്ങളെ തീർക്കാൻ പറ്റില്ല. ഇത് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ദുഃഖമാണ്. അപ്പൊ ഇത് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ എന്താണ് പറയുന്നത്, ഈ തരത്തില് പ്രശ്നങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കണം. ഇവിടെ ഇരുന്ന് വേണം നമുക്ക് എന്താ ചെയ്യാ, റിലീസ് ആക്കണം, ഫ്രീഡം കിട്ടണം. എവിടത്തേക്ക്? നമ്മുടെ യഥാർത്ഥ വീട്ടിലോട്ട് പോകാം, അതായത് ബാക്ക് ടു ഗോഡ്, ഭഗവാന്റെ ധാമത്തിലോട്ട്. തദ്ധാമ പരമം മമ എന്ന് പറയുന്ന ആ പരമമായ സ്ഥലത്തിൽ നമ്മൾ പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് പോകാനായിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കണം. വെറുതെ പോകാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് നാളെ എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ പറ്റില്ല, വിടില്ല. എന്തുകൊണ്ട്? ഞാൻ കാശുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് മേടിക്കണം, അത് കഴിഞ്ഞ് ഞാൻ വിസ എടുക്കണം, വിസ ഓഫീസർ എനിക്ക് എന്താ പറയുക സീൽ വെച്ച് തരണം, എമിഗ്രേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്, ഇത് കഴിഞ്ഞ് എയർപോർട്ടിൽ പോയി അവിടെ ചെക്കിംഗ് ഒക്കെ ക്ലിയർ ആയിരിക്കണം, ഇത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ പോകാൻ പറ്റും. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ ഗവൺമെന്റ് അലോ ചെയ്താലേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അത്ര നിസ്സാരമായിട്ട് ഇവിടെ ഭൗതിക ലോകത്തിൽ ഒരു എന്താ പറയുക കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിൽ പോകാൻ തന്നെ ഇത്രയും പ്രയാസമാണെങ്കിൽ എത്രയോ ദൂരെ ഇരിക്കുന്ന ആധ്യാത്മിക ലോകം, പരിശുദ്ധമായ സ്ഥലം, ഒരു തരത്തിലും മാലിന്യമില്ലാത്ത സ്ഥലം, അവിടെ പോകണമെങ്കിൽ എന്തുമാത്രം പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവിടെ പോകാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോകാൻ തയ്യാറെടുക്കണം. അപ്പൊ അവിടെ എന്താണ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ ഈ അത്യാഹാര, പ്രയാസ, പ്രജൽപ, നിയമാഗ്രഹ, ജനസംഘർഷ, ലൗല്യം ച, ഈ 6 കാര്യം അമിതമായാൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? നമ്മുടെ കൺട്രോൾഡ് മൈൻഡ് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ആ മനസ്സിനെ നിയന്ത്രിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എന്താണ്? നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഇതെല്ലാം നമുക്ക് വേണം. ഒന്നുമില്ലാതെ നമുക്ക് ഗോസ്വാമിയെ പോലെ ഓരോ ദിവസവും ഓരോ മരത്തിന്റെ ചോട്ടിൽ കിടക്കാൻ പറ്റില്ല. ഇനി നമുക്കിതെല്ലാം കിട്ടി, ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് കാശുണ്ട്, ഒരുപാട് പൈസ വന്നുകൊണ്ടിരിക്കുന്നു, ഇനി നാളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ നമുക്ക്? ഇനി എനിക്ക് വേണ്ട, ഞാൻ ഉപദേശാമൃതം പഠിച്ചു, ഇനി എനിക്ക് കാശൊന്നും വേണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ? ഇല്ല പ്രഭു. പറ്റില്ല. നീ ജോലി റിസൈൻ ചെയ്യാൻ പറ്റുമോ? ചെറിയ ജോലി മതി, ആവശ്യത്തിലുള്ള കാശ് കിട്ടി എന്ന് പറഞ്ഞിട്ട്? ഒരു പരിധി വരെ പറ്റില്ല. ഒരു പരിധി വരെ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അഥവാ കാശ് കൂടുതൽ കിട്ടി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പ്രചരിപ്പിക്കാൻ. ഇവിടെ റെസിപ്റ്റ് ബുക്കും വെച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നാൽ മതി. അല്ലേ? അപ്പോ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. നമ്മളെ ഫോർ എക്സാമ്പിൾ ചിലർക്ക് വന്ന് ഓവർ ടൈം ജോബ് ചെയ്യും, ഓവർ ടൈം ജോലി ചെയ്തിട്ട് കാശുണ്ടാക്കും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്താൽ ഇത്രയും ജോലി ചെയ്താൽ മതി, അത്രയും ജോലി ചെയ്താൽ മതി. ഓവർ ടൈം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അതിന്റെ ആവശ്യമില്ല. ആ ഓവർ ടൈം അത്രയും സമയം നമ്മൾ കൃഷ്ണാവബോധത്തിന് വേണ്ടി യൂസ് ചെയ്യണം.
നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തില് എവിടെ സമയം കിട്ടിയോ ആ സമയത്തില് കൃഷ്ണാവബോധം അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരന് പറയാം, അടുത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, അവിടെ ഒരു പുസ്തക വിതരണം ചെയ്യാം, അവിടെ കൃഷ്ണൻ നമ്മൾ കേട്ട കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കാം. ഇങ്ങനെ എവിടെയൊക്കെയാണോ ചാൻസ് കിട്ടുന്നത് അവിടേക്ക് കൃഷ്ണാവബോധം പഠിപ്പിക്കണം. അതാണ് കറക്റ്റായിട്ട് കൃഷ്ണാവബോധത്തിലെ മാർഗം. ആ കാശ് കിട്ടിയാൽ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മുടെ വീട്ടില് ആ കൃഷ്ണാവബോധം എല്ലാവർക്കും പ്രസാദം കൊടുക്കുമ്പോഴാണ് ഈ പൈസ കൊണ്ട് കറക്റ്റായിട്ട് യൂസ് ആകുന്നത്. ഭഗവത് സേവനത്തിൽ ചെയ്യുമ്പോഴാണ് ആ പൈസ കൊണ്ട് കറക്റ്റായിട്ട് കൃത്യമായി യൂസ് ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോകും, വേറെ ആരെങ്കിലും യൂട്ടിലൈസ് ചെയ്യും. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? റോങ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ എല്ലാം കൃഷ്ണാവബോധത്തിലാക്കിയിരിക്കണം. അവർക്ക് കൃഷ്ണപ്രസാദം കിട്ടണം. ജനങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്താൽ പോരാ, കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊടുത്താൽ പോരാ. നമ്മൾ കൃഷ്ണപ്രസാദം തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാണ്. ഓക്കെ, അടുത്തത് വായിക്കാം. താഴെ ആരെങ്കിലും हरे कृष्णा प्रभु जी। വായിക്കാം. ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। വായിച്ചോട്ടെ പ്രഭുജി. വായിക്കാം. പ്രകൃതിയുടെ സംവിധാനം അനുസരിച്ച് പരിണാമത്തിന്റെ താഴേക്കിടയിലുള്ള ജീവികൾ ആവശ്യത്തിലധികം ഭക്ഷിക്കുകയോ സംഭരിക്കുകയോ ചെയ്യാറില്ല. തന്മൂലം മൃഗപ്രപഞ്ചത്തിൽ സാധാരണമായി സാമ്പത്തികമോ അവശ്യവസ്തു ക്ഷാമപരമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. ഒരു ചാക്ക് അരി തുറന്ന സ്ഥലത്ത് വച്ചു നോക്കുക. പക്ഷികൾ പറന്നു വന്ന് കുറച്ചു മണികൾ മാത്രം കൊത്തി തിന്ന് തിരിച്ചു പോകും. എന്നാൽ ഒരു മനുഷ്യൻ അത് കണ്ടെത്തിയാൽ ആ ചാക്ക് അതേപടി മുഴുവൻ കടത്തിക്കൊണ്ടുപോകും. വയറിൽ നിറയ്ക്കാവുന്നിടത്തോളം ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ളത് അവൻ ശേഖരിച്ചു വയ്ക്കുന്നു. വേദശാസനങ്ങൾ അനുസരിച്ച് ആവശ്യത്തിലധികം സംഭരിച്ചു വയ്ക്കുന്നത് അത്യാഹാരം ആണ്. ഇത് വിലക്കപ്പെട്ടിരിക്കുന്നു. ഈ അത്യാഹാര പ്രവണത കൊണ്ടാണ് ലോകം ഇന്ന് ദുഃഖം അനുഭവിക്കുന്നതും. അടുത്ത വായിച്ചോളൂ. ആവശ്യത്തിലധികം സംഭരിക്കുന്നതും ഭക്ഷിക്കുന്നതും അനാവശ്യമായ അധ്വാനത്തിന് പ്രയാസത്തിന് ഹേതുവായിത്തീരുന്നു. ഈശ്വരന്റെ സംവിധാനമനുസരിച്ച് സ്വൽപ്പം നിലവും ഒരു കറവ പശുവും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തു ചെന്നാലും ഒരാൾക്ക് വളരെ ശാന്തമായി ജീവിക്കാം. തന്റെ ഉപജീവനം സമ്പാദിക്കുന്നതിനു വേണ്ടി മനുഷ്യന് ദേശം തോറും തെണ്ടി നടക്കേണ്ടതില്ല. ഇരിക്കുന്ന സ്ഥലത്തു തന്നെ ധാന്യങ്ങൾ വിളയിച്ചെടുക്കാം. പശുക്കളെ കറന്നെടുക്കുകയും ചെയ്യാം. അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അതോടെ അവസാനിക്കുന്നു. ഭാഗ്യവശാൽ മനുഷ്യന് കൃഷ്ണാവബോധം വികസിപ്പിച്ചെടുക്കാനുള്ള, ഈശ്വരനെ മനസ്സിലാക്കുവാനുള്ള, ഈശ്വരനുമായി നമ്മുടെ ബന്ധം അറിയുവാനുള്ള, ജീവിതത്തിന്റെ ലക്ഷ്യവും ഭഗവത് പ്രേമവും അറിയുവാനും സമ്പാദിക്കുവാനുമുള്ള ഗുണോത്തരമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരിഷ്കൃതൻ എന്നു ഭാവിക്കുന്ന ആധുനിക മനുഷ്യർ ഭാഗ്യദോഷത്താൽ എന്നു പറയട്ടെ, ഭഗവത് പ്രാപ്തിക്കായി ശ്രദ്ധിക്കാതെ ആവശ്യത്തിലധികം നേടി രസനയെ രസിപ്പിക്കുന്നതിനായി മാത്രം കൂടുതൽ ഭക്ഷിക്കുന്നതിന് തന്റെ ബുദ്ധി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ആസൂത്രണമനുസരിച്ച് ലോകത്തിലെമ്പാടുമുള്ള മാനവന്മാർക്കു വേണ്ട പോലും ധാന്യങ്ങളും ഉണ്ടാകുന്നതിന് പ്രയാസമൊന്നുമില്ല. എന്നാൽ മനുഷ്യൻ തനിക്ക് ലഭിച്ചിട്ടുള്ള ഗുണോത്തരമായ ബുദ്ധി ഭഗവത് ബോധ വികസനത്തിനായി ഉപയോഗിക്കാത്ത, ആവശ്യമില്ലാത്തതും ദോഷകരവുമായ വസ്തു സമൂഹം സൃഷ്ടിക്കുവാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു. നിരവധി വ്യവസായശാലകൾ, കശാപ്പുശാലകൾ, വേശ്യാലയങ്ങൾ, മദ്യഷോപ്പുകൾ ഇവ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആവശ്യത്തിലധികം ഭക്ഷ്യ സാധനങ്ങൾ ശേഖരിക്കരുത്. ക്രമത്തിലധികം ഭക്ഷിക്കരുത്. കൃത്രിമ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനായി പ്രയാസപ്പെടരുത് എന്നിങ്ങനെ ജനങ്ങൾക്ക് ഉപദേശം നൽകിയാൽ തങ്ങളെ പ്രാകൃത ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഉപദേശിക്കുകയാണ് എന്നത്രേ അവർ വിചാരിക്കുന്നത്. എളിയ ജീവിതം, ഉയർന്ന ചിന്ത എന്ന വ്യവസ്ഥ സ്വീകരിക്കുന്നതിന് സാമാന്യന് ജനങ്ങൾ ഇന്ന് വിമുഖരാണ്. അതാണ് അവരുടെ ഭാഗ്യദോഷ കലുഷമായ അവസ്ഥ. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പോ ഇവിടെ പറയുന്നത്, നമ്മൾ ഈ അത്യാഹാരം എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ ഇങ്ങനെ ഒന്നും അത്യാഹാരം കാണിക്കാറില്ല.
അപ്പോൾ മൃഗങ്ങൾക്ക് എന്താണ് ആവശ്യം അതങ്ങ് കഴിച്ചിട്ട് പോകും. ഇപ്പൊ ഈശോപനിഷത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ചാം ജഗത്യാം ജഗത്തേന തിക്തേന പുഞ്ചിത മാതൃത കശ്യസ്വിതനം. കശ്യസ്വിതനം, ഈ ധനം മറ്റുള്ളവന്റെ ആണ്. ഈ ലോകത്തിലുള്ള നമ്മൾ അങ്ങനെ വിചാരിക്കണം. ഈശാവാസ്യം ഇതം സർവം, ഈ ലോകത്തുള്ളതെല്ലാം ആരുടെയാണ്? അത് ഭഗവാൻ. ഇതം സർവം, അത് സർവം ആർക്കുള്ളതാണ്? ഭഗവാന്റെതാണ്. യത്കിഞ്ചാം ജഗത്യാം ജഗത്തേന തിക്തേന പുഞ്ചിത, നമുക്ക് എന്താണ് ആവശ്യം അതിനെ എടുക്കണം. ബാക്കിയുള്ളത് അത് വേറെ ആർക്കുള്ളതോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടേച്ച് പോകണം. അടുത്തവന്റെ സ്വത്തുക്കളിൽ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈശോപനിഷത്ത് ഫിലോസഫി. അപ്പോൾ ഇത് മൃഗങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് വേണം പറയാൻ. മൃഗങ്ങൾ നിയമങ്ങൾ പ്രകൃതി നിയമങ്ങൾ തെറ്റിക്കാത്ത ജീവികളാണ് മൃഗങ്ങൾ. കാരണം ഒരു മൃഗവും പോയിട്ട് രാത്രി 11 മണിക്കും 12 മണിക്കും എണീറ്റ് നിന്ന് കഴിക്കാൻ പോവില്ല. അത് ഒരു 6 മണി 7 മണി ആകുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതും മിണ്ടാതിരിക്കും. പിന്നെ അടുത്ത ദിവസം രാവിലെ ആയാൽ മാത്രമേ അത് കഴിക്കാൻ പോകത്തുള്ളൂ. പക്ഷെ മനുഷ്യർ മാത്രം 1 മണി ആയാലും ശരി 2 മണി ആയാലും എണീറ്റ് പോയി കഴിച്ചിട്ട് വരും. കുക്ക് ചെയ്ത് കഴിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിയമങ്ങൾ, പ്രകൃതിയിൽ ഈശ്വരൻ ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്നവരാണ് മനുഷ്യരാണ്. ഇപ്പോൾ പശുക്കൾ വന്നിട്ട് വിചാരിക്കില്ല ഞാൻ കുറേ കാലം നോൺ വെജ് കഴിച്ചിട്ട് ഇനി കുറച്ച് നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിക്കില്ല. ഒരു സിംഹമോ പുലിയോ വിചാരിക്കില്ല ഞാൻ ഇത്രയും നാള് നോൺ വെജാണ് കഴിച്ചത്, ഒരു ഓണസദ്യ കഴിക്കാമെന്നൊന്നും വിചാരിക്കില്ല. കാരണം എന്തുകൊണ്ട്? അവർ പ്രകൃതി നിയമം തെറ്റിക്കാറില്ല. പക്ഷെ നമ്മൾ തെറ്റിക്കും. ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് കഴിച്ചാലോ, ഒന്ന് നോൺ വെജ് കഴിച്ചാലോ, അല്ലെങ്കിൽ അത് കഴിച്ചാലോ ഇത് കഴിച്ചാലോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു. പ്രഭുപാദ് പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒരു ചാക്ക് അരി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, തുറന്നു വെച്ചാൽ പക്ഷികൾ വരും, അതിന് എത്രയാണോ വായിക്കകത്ത് കൊള്ളും അതിനങ്ങ് എടുത്തിട്ട് പോകും. വേണമെങ്കിൽ അതിന് കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടെ എടുത്തുകൊണ്ട് പോകും. ഇത്രയും മാത്രമേ അത് ചെയ്യത്തുള്ളൂ. പക്ഷെ മനുഷ്യരെന്ത് ചെയ്യും? നിങ്ങൾ കുറെ അരി കൊണ്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ ഓട്ടോ പിടിച്ചു കൊണ്ടുവന്ന് ആ ചാക്കോടി ഇങ്ങ് എടുത്തുകൊണ്ട് പോകും, അല്ലെ? വണ്ടി കൊണ്ടുവന്നിട്ട് അത് ചാക്കോടി ഇങ്ങ് എടുത്തിട്ട് പോകും. എന്തിനാണ്? ഇന്നും കഴിച്ച് നാളത്തേക്കും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. പക്ഷെ മൃഗങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഒരു മൃഗങ്ങളും പട്ടിണി കിടക്കുന്നുമില്ല ലോകത്ത്. എല്ലാ മൃഗങ്ങൾക്കും ആവശ്യമായ ഫുഡ് ആര് വെച്ചിട്ടുണ്ട്? ഭഗവാൻ വെച്ചിട്ടുണ്ട്. അതായത് ഒരു ജീവാത്മാക്കൾക്ക് വേണ്ടതിന്റെ 3 ഇരട്ടി എക്സ്ട്രാ ഫുഡാണ് ഈ ലോകത്തിലുള്ളത്. എന്നിട്ടും ഇവിടെ ദാരിദ്ര്യമാണ്, ഫുഡ് ഇല്ലായ്മയാണ് ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിയമം തെറ്റിച്ചതാണ്. നമ്മൾ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള കോട്ടയ്ക്ക് മേലെ കഴിക്കുകയാണെങ്കിൽ, നമുക്ക് എത്രയാണോ ഈശ്വരൻ പറഞ്ഞത് അതിന് മേലെ കഴിക്കുകയാണെങ്കിൽ ഇനി ഒരാൾ എവിടെയോ പട്ടിണി കിടക്കും. അതിന് കാരണക്കാരൻ നമ്മളായിട്ട് മാറും. അതുകൊണ്ട് ആ കർമ്മിക് റിയാക്ഷൻ നമ്മൾ എവിടെയെങ്കിലും തിരിച്ച് പട്ടിണി കിടക്കും. ഇതാണ് പ്രകൃതി നിയമം. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അത് കഴിക്കുക. ആവശ്യത്തിന് അധികം കുത്തിയിറക്കി കഴിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ആകുമ്പോഴേ ഇത് കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയിലെ നിയമം തെറ്റിച്ചതാണ്. നമ്മുടെ നാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കഴിച്ചു, അത് കംപ്ലീറ്റ് വേസ്റ്റ് ചെയ്തു. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ അത്യാഹാരം ആവശ്യത്തിനധികം കഴിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ പ്രഭുപാദ് ഇനിയൊരു കാര്യം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ അയാൾക്ക് ഒരു പശുവും 1 ഏക്കർ സ്ഥലവും മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൽ കൃഷി ചെയ്യാം. ആ പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകമല്ല അതിന് വളമായിട്ട് യൂസ് ചെയ്യാം. പശുവിൽ നിന്ന് നല്ല ഹെൽത്തി ഡ്രിങ്ക് പാല് കിട്ടും. ആ പാല് ഈവൻ ശാസ്ത്രം അനുസരിച്ച് പറയുന്നുണ്ട്, പാൽ എന്ന് വെച്ചാൽ ബ്രെയിൻ സെൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതായത് സ്പിരിച്വൽ നോളജ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ആ ബ്രെയിൻ അങ്ങനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പശുവും പാല് കുടിക്കണമെന്ന് പറയുന്നുണ്ട്. ഈവൻ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ സ്കന്ധത്തിൽ പറയാണ്, ശുഗമുനി ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ആ പശുവിനെ കറക്കുന്ന അത്രയും സമയം മാത്രം നീക്കും, കുറച്ച് പാല് കിട്ടിയാൽ അത് വാങ്ങിച്ചിട്ട് അത് കഴിച്ചിട്ട് പോകും. പിന്നെ അടുത്ത വീട്ടിൽ പോയി അടുത്ത പാലിന് പോവില്ല, പാല് കഴിക്കാനോ വേറൊരു സാധനത്തിനോ പോവില്ല. അന്ന് എന്ത് കിട്ടുന്നോ അത് മാത്രമേ കഴിക്കൂ. അത്ര സിമ്പിൾ ആയിട്ട്, പക്ഷെ ഹൈലി കാര്യമാണ് അത് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആരെക്കുറിച്ചാണ്? ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഭയങ്കര ഹാപ്പി. അങ്ങനത്തെ വ്യക്തിയെ കാണാനായിട്ട് ആരൊക്കെ വന്നു? ദേവന്മാര് വന്നു, ബ്രഹ്മാവ് വന്നു, ശിവൻ വന്നു, മറ്റ് ദേവന്മാര് വന്നു, ഗന്ധർവന്മാര് വന്നു, ബാക്കി ഋഷിമാരും മുനിമാരും എല്ലാവരും വന്നു. ഈ ഭാഗവതം കേൾക്കാനായിട്ട്. അപ്പൊ അവർക്ക് ഭാഗവതം അറിയാത്തതാണോ എന്ന് ചോദിച്ചാൽ അറിയാത്തത് കൊണ്ടല്ല. ഒരു പരിശുദ്ധ ഭക്തൻ ശ്രീമദ് ഭാഗവതം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം വന്നു.
അപ്പോൾ ഈ ക്വാളിറ്റി അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ച് മാത്രം ഈ 7 ദിവസം സംസാരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ക്വാളിറ്റി ആധ്യാത്മികമായിട്ട് അദ്ദേഹം മാറിയത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന പോലെ, പക്ഷെ എന്താണ്, ആൾക്കാർക്ക് എന്ത് കഴിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പോലും അറിയാതെ, എന്താ പറയുക, കംപ്ലീറ്റ് എന്ത് ഉണ്ടാക്കണം, ഈ കൃഷിയും ഇതും എല്ലാം ചെയ്യണമായിരിക്കും. എന്താണ് വൈശ്യന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കൃഷി, ഗോരക്ഷ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 കാര്യം ചെയ്താൽ മതി, എല്ലാവർക്കും ഉള്ള ഫുഡ് അവിടെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവര് ചെയ്യുന്ന ഇൻഡസ്ട്രി ഉണ്ടാക്കും. എന്തിനാ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത്? കാർ എന്തിനാ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആവശ്യത്തിനധികം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇതെന്തിനാണ്? ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഈ നാട് മുഴുവനും കറങ്ങി നടന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ നാട്ടിൽ എവിടെ കറങ്ങി നടന്ന് ജോലി ചെയ്താലും, ലണ്ടനിൽ പോയി ജോലി ചെയ്താലും, അമേരിക്കയിൽ ജോലി ചെയ്താലും കഴിക്കാൻ പോകുന്നത് കുറച്ചല്ലേ ഉള്ളൂ. അവിടെയൊക്കെ ജോലി ചെയ്തിട്ട് ആഹാരവും കഴിക്കാതെ പണിയെടുത്തിട്ട് അവരെല്ലാം, സമയമില്ല അവർക്ക് ആഹാരം, പ്രോജക്റ്റ് തീർക്കണം, അങ്ങനെ കണ്ണു മണിക്ക് ഉറക്കവും ഇല്ലാതെ പണി ചെയ്തിട്ട് കാശുണ്ടാക്കി അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് അസുഖങ്ങൾ വരുത്തി വെച്ച് ഇവര് ഒരു സന്തോഷവും ഇല്ലാതെ, മക്കളില്ല, ഭാര്യയില്ല, അമ്മയില്ല, അച്ഛനില്ല, എല്ലാം ഓരോ സ്ഥലത്തായിരിക്കും. ഇവർ പണിക്ക് പോകുന്നതാണ്. ഭാര്യ പണിക്ക് പോകും, ഭർത്താവ് പണിക്ക് പോകും, 2 പേരും പോകും. കുട്ടി എവിടെയാണ്? കുട്ടിയെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിടും. രാവിലെ സ്കൂളിൽ വിടും, വൈകുന്നേരം അവിടെ നിന്ന് എടുത്ത് ട്യൂഷനിൽ കൊണ്ടുവിടും. കാരണം ഇവർക്ക് സമയമില്ല. ഇവർ വരുമ്പോൾ 8 മണിയാവും. അതുവരെ ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പുറമെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ കുട്ടി അമ്മയുടെ കൂടെ എത്ര സമയമായിരിക്കും വെച്ചാൽ വളരെ ചുരുക്കം സമയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ കുട്ടിക്ക് അമ്മയുടെ അടുത്ത് സ്നേഹം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? ഇത് മുഴുവൻ സമയം പുറത്താണ് സ്പെൻഡ് ചെയ്തത്. എന്നിട്ട് വയസ്സായ കാലത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് രാത്രി വന്നിരുന്ന് അതിൻ്റെ കൂടെ സംസാരിക്കില്ല. പിന്നെ ബാക്കി പഠിപ്പിക്കും, ഇവരിരുന്ന് കുത്തിയിരുന്ന് പഠിപ്പിക്കും. അങ്ങനെ അതിനെ വയ്യാതെയാക്കി കിടത്തി ഉറക്കും. എന്നിട്ട് സ്കൂൾ, അടുത്തുള്ള സ്കൂളിൽ വിടില്ല, എത്രയോ ദൂരമുള്ള സ്കൂൾ, നല്ല സ്കൂൾ സെലക്ട് ചെയ്ത് അങ്ങനെ വിടും. ഇങ്ങനെ സമയം മുഴുവനും അതിനെ വേസ്റ്റ് ചെയ്യും. അതിന് കളിക്കാനോ അതിനുള്ള ടൈം കൊടുക്കില്ല. അതിനെ ഒരു മെഷീനെ പോലെ വളർത്തിയെടുക്കും. എന്നിട്ട് വലുതായപ്പോൾ അതിനൊരു ജോലിയും കിട്ടും. എന്താണ്? വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലൊക്കെ ജോലി കിട്ടും. എന്നിട്ട് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം വയസ്സായ കാലമായപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ സ്നേഹമായിട്ടൊരു വാക്ക് പറയാനോ ഒന്നുമില്ല. അപ്പൊ ഇവർ പറയും, എന്ത് കാര്യം, എനിക്ക് 2 മക്കളുണ്ടായിട്ട് രണ്ട് സ്ഥലത്താണ് ഇരിക്കുന്നത്, എന്നെ നോക്കാൻ ആരും ഇല്ല എന്ന് വിഷമിക്കും. കാരണം പഠിപ്പിച്ചു കൊടുത്തത് നമ്മളാണ്. ഈ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചത് നമ്മളാണ്. ഇവിടെ ഉള്ളത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാമായിരുന്നു. എനിക്കറിയാം, ഞാൻ കോട്ടയത്തിൽ പോയപ്പോൾ അവിടെ ഒരു വലിയൊരു പൈസക്കാരനാണ്. അയാളെ കണ്ടു. അയാൾ എന്താ ചോദിച്ചാൽ, അവരുടെ വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോയി. ഇയാൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു എഞ്ചിനീയറാണ്, ബാംഗ്ലൂർ വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തു. എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് വന്ന് എല്ലാം ഉപയോഗിച്ചു, ജോലിയെല്ലാം കളഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്നു. അപ്പോൾ വീട്ടുകാർ മൊത്തവും ചീത്ത വിളിയാണ്. എന്താണ് ഇയാൾ എന്തിനാ വെറുതെ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചേ, എന്ത് പറ്റി, എന്തിനാ വിട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞേ, എനിക്ക് എന്തിനാ ഈ ജോലി, കാരണം എനിക്ക് ആവശ്യത്തിന് ഇവിടെ ഉണ്ട്. ഞാൻ ഈ പറമ്പിൽ ഇങ്ങനെ കറങ്ങി നടന്ന് എന്തെങ്കിലും ചെയ്താൽ തന്നെ എനിക്ക് ഡെയിലി കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പോയി ഞാൻ എന്തിനാ ജോലിക്ക്? ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അപ്പൊ പുള്ളി ഇപ്പൊ എന്താ, 2 പശുവിനെയും വാങ്ങിച്ച് ഇങ്ങനെ പശു നടന്നു പോകും, റോഡിൽ ഇതേയും മിണ്ടാതെ അതിന്റെ ബാക്കിൽ പോകും, തിരിച്ചു വരും. അപ്പോൾ ഇവർക്ക്, കുടുംബത്തിലുള്ളവർക്ക് കാണുമ്പോൾ ഒരു നാണക്കേടാണ്, ഇവനും പശു മേയിച്ചുകൊണ്ട് നടക്കുന്ന, ജോലിയൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് കറക്റ്റാണ്. കാരണം പക്ഷെ അയാൾ ആധ്യാത്മികത്തിൽ വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ഇന്റലിജന്റ് ആണ്. എന്തിനാണ് വെറുതെ ഈ കഴുതയെ പോലെ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? പക്ഷെ അങ്ങനെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്തിരിക്കണം? ആ സമയം ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, ആ സയൻസ് പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കും. പക്ഷെ ഈ ഇൻഡസ്ട്രി എല്ലാം ഇപ്പൊ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ലിക്കർ ഉണ്ടാക്കാനും, അനിമൽ സ്ലോട്ടർ ഹൗസ് വെക്കാനും, അതിനെ പാക്ഡ് ഫുഡ് ആക്കാനും, ഇങ്ങനെയാണ് പ്രോസ്റ്റിറ്റ്യൂഷനും, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇതെല്ലാം തെറ്റായതാണ്. ആവശ്യത്തിനധികം ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും, അവസാനം എക്സ്പയർ ആയിട്ട് എല്ലാം കൊണ്ട് കടലിൽ കൊണ്ട് കളയും. ഈവൻ ഒരു കൺട്രിയിൽ പട്ടിണി കിടക്കുമ്പോൾ മറ്റൊരു കൺട്രി ഈ ഫുഡ് കൊണ്ട് അപ്പുറത്ത് കൊടുക്കില്ല, നേരെ കൊണ്ട് കടലിൽ കൊണ്ട് ഒഴുക്കി കളയും. അതാണ് ചെയ്യുന്നത്. റഷ്യയിൽ ഇഷ്ടം പോലെ ഗോതമ്പ് ഉണ്ടായപ്പോൾ ഇപ്പുറത്ത് കൺട്രീസിലൊക്കെ പട്ടിണി കിടക്കുകയാണ്. ചൈനയിൽ, ഇന്ത്യയിലൊക്കെ ഒരു കാലത്ത് പട്ടിണി. പക്ഷെ ഇവരാരും കൊടുത്തില്ല. എന്തുകൊണ്ട്? ഇവർ നന്നായി പോകും. അതുകൊണ്ട് കടലിൽ കൊണ്ട് വെറുതെ കളയും. 4 ലിറ്റർ കണക്കിൽ കടലിൽ കൊണ്ട് തള്ളും. കാരണം എന്താണ്? വേസ്റ്റ് ആയി പോയി. പക്ഷെ എവിടെയൊക്കെ ആരൊക്കെയോ പട്ടിണി കിടക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യർ ചെയ്യുന്നത്, പ്രകൃതിയെ ദ്രോഹിച്ചു കൊണ്ടുള്ള
ഇതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, പലപ്പോഴും ആൾക്കാർ പട്ടിണി കിടക്കും. കാശുണ്ടായിരുന്നാൽ പോലും കഴിക്കാൻ പറ്റാതെ പട്ടിണി കിടക്കും. കാരണം നമ്മൾ എവിടെയും അടുത്ത വായിക്കോ. മ്യൂട്ട് ചെയ്യാവോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ദീപമാതാജി. ഓക്കെ, വായിച്ചോളൂ. ആരാ വായിക്കുന്നത്? അടുത്തത് ആരെങ്കിലും വായിക്കാം, അല്ലെങ്കിൽ വായിച്ചവര് വായിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. മനുഷ്യ ജീവിതം മുഴുവൻ പ്രഭു അത് ശ്രീമദ് ഭാഗവതത്തിന്റെ മൂലമാണ്. ശ്രീമദ് ഭാഗവതം എന്ന് തുടങ്ങിയാണോ? ഏതുവരെ വായിച്ചത്? ഒരു മിനിറ്റ്. മനുഷ്യ ജീവിതം അതുവരെ ശ്രീമദ് ഭാഗവതം അത് തൊട്ട് തന്നെ വായിക്കും. ഒന്ന് 2:9 ശ്രീ ചൂടഗോസ്വാമി ശരിയായ മനുഷ്യധർമ്മത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ധർമ്മസ്യ ചാപ്യവർഗ്യസ്യ നാർത്തോ അർത്ഥായ കൽപ്പതി നാർത്തസ്യ ധർമ്മ മൈകാന്തസ്യ കാമോ ലാഭായ ഹി മൃത. എല്ലാ തൊഴിൽ പ്രവർത്തനങ്ങളും ധർമ്മം പരമമായ മോചനത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളവയാണ്. ലൗകിക നേട്ടങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അവ ചെയ്യരുത്. മാത്രമല്ല, ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുവന്റെ തന്റെ ഭൗതിക നേട്ടങ്ങളെ ഇന്ദ്രിയ സങ്കല്പങ്ങളായി ഒരിക്കലും പ്രയോജനപ്പെടുത്തരുത്. ധർമ്മങ്ങൾ ശാസനമനുസരിച്ച് ചെയ്യുക എന്നതാണ് സംസ്കൃത മനുഷ്യന്റെ ഒന്നാമത്തെ കർത്തവ്യം. മനുഷ്യന്റെ ഗുണോത്തരമായ ബുദ്ധിയെ അടിസ്ഥാനമായ ധർമ്മം മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കണം. മാനവ സമൂഹത്തിൽ ഇന്ന് വിവിധ മതവിഭാഗങ്ങളുണ്ട്. ഹൈന്ദവം, ക്രിസ്തീയം, ഹൈന്ദവം, ഹീബ്രു, മുഹമ്മദീയം, ബൗദ്ധം എന്നിങ്ങനെ പലതും. മതബോധമില്ലാത്ത മാനവ സമൂഹം മൃഗസമൂഹത്തേക്കാൾ മികച്ചതല്ലല്ലോ. മുമ്പ് പറഞ്ഞ പോലെ ധർമ്മസ്യാഹി അപവർഗസ്യ നാർത്തോ അർത്ഥായ കൽപ്പതേ. ധർമാനുഷ്ഠാനം മോക്ഷം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്, ഭക്ഷണം നേടുവാനുള്ളതല്ല. ചിലപ്പോൾ മനുഷ്യവർഗം ഭൗതിക പുരോഗതിയെ എണ്ണം വെച്ചുകൊണ്ടുള്ള ചില ധർമ്മ വ്യവസ്ഥകൾ കടത്തിവിടാറുണ്ട്. എന്നാൽ അത് യഥാർത്ഥ ധർമ്മത്തിന് പ്രയോജനപ്പെടുകയില്ല. ഭഗവൻ നിയമങ്ങളെ അറിയുന്നതിന് വേണ്ടിയുള്ളതാണ് ധർമ്മം. ഈ നിയമങ്ങൾ അറിഞ്ഞതനുസരിക്കുന്നതായാൽ ഭൗതികതയുടെ വലയത്തിൽ നിന്ന് പുറത്തു ചാടുവാൻ സാധിക്കും. ഇതാണ് മതത്തിന്റെ ലക്ഷ്യം. എന്നാൽ കേൾക്കുന്നില്ല. അത്യാഹാരം മൂലം ഭൗതിക വിഭൂതികളിലുള്ള അമിതമായ ആഗ്രഹം മൂലം ജനങ്ങൾ ധർമാനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഭൗതിക സമ്പത്തുകൾക്ക് വേണ്ടിയത്ര സൗകര്യങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം കൃഷ്ണാവബോധം കൈവരിച്ച് സംതൃപ്തരാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥ മതം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാവണം. യഥാർത്ഥ മതം അതിന് പ്രതികൂലമല്ല. പക്ഷേ ലൗകിക ജീവിതത്തിന് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സാമ്പത്തിക സമൃദ്ധി മാത്രമേ അത് അനുവദിക്കുന്നുള്ളൂ. ജീവതത്വ വിജ്ഞാത യഥാർത്ഥ തത്വം അന്വേഷിച്ചറിയുകയാണ് ശരിയായ ജീവിത ലക്ഷ്യം. അധ്വാനം, പ്രയാസം പരമസത്യാന്വേഷണത്തിനല്ല. എങ്കിൽ കൃത്രിമ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നാം കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കും. ആധ്യാത്മിക സാധകൻ അനാവശ്യമായ പ്രയാസങ്ങൾ പരിഹരിക്കേണ്ടതാണ്.
ഒരു പാരഗ്രാഫ് എടുക്കുന്ന പോലെ അടുത്ത പാരഗ്രാഫും കൂടെ വായിച്ചു. പ്രജൽപ്പം, അതായത് മിഥ്യാ സംഭാഷണം മറ്റൊരു തടസ്സമാകുന്നു. സുഹൃത്തുക്കളുമായി ചേർന്നാൽ നാം ഉടനെ അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടും. പേപ്പറോം എന്ന് നിലവിളിക്കുന്ന തവളകളെ പോലെ സംസാരിക്കുകയാണെങ്കിൽ അത് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ കുറിച്ച് തന്നെ ആയിരിക്കണം. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്നവരുടെ താല്പര്യം ഒരു പറ്റം വർത്തമാന പത്രങ്ങളും മാസികകളും നോവലുകളും വായിക്കുക, പല സമസ്യകൾ പൂരിപ്പിക്കുക, മറ്റു പല ആഭാസങ്ങൾ കാണിക്കുക എന്നിവയിലായിരിക്കും. ഇപ്രകാരം അവർ തങ്ങളുടെ വിലപിടിച്ച സമയവും ഊർജവും പാഴാക്കി കളയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച വൃദ്ധജനങ്ങൾ വീട്ടുകളിക്കും മീൻപിടിച്ചും ടെലിവിഷൻ വീക്ഷിച്ചും നിരർത്ഥകങ്ങളായ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നത്തെക്കുറിച്ച് വാദിച്ചും സമയം കളയുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പ്രജൽപ്പം എന്ന വകുപ്പിൽ ഉൾപ്പെടുന്നു. കൃഷ്ണാവബോധ കൽപ്പരന്മാരായവർ ഈ ദൃശ വ്യാപാരങ്ങളിൽ സംഘടിക്കുകയേ അരുത്. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്തത് വേണ്ട, മതി. അപ്പോ ഈ ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താ പറയാ, അതല്ല യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്. ചിലപ്പോ ചില മതങ്ങളും ഉണ്ടാവും, അതിലും ബുദ്ധമതം, ക്രിസ്ത്യാനി മതം, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. ഇതൊന്നും കറക്റ്റായിട്ട് ഭഗവാനിൽ എത്തിപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ കൃഷ്ണാവബോധം തന്നെ നമ്മൾ കറക്റ്റായിട്ട് എവിടെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൃഷ്ണാവബോധത്തിൽ തന്നെ എത്തിപ്പെടണം എന്നാണ്. അപ്പൊ അത്യാഹാര പ്രയാസ. അപ്പൊ അത്യാഹാരം എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് അധികമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക. പ്രയാസ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അധികമായിട്ട് ജോലി ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, എന്താണോ ആവശ്യം അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രയാസം. പ്രജൽപ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെയാണ്. എന്താ പറയാ വെച്ചാൽ പ്രജൽപ എന്ന് പറയുമ്പോൾ സംസാരിക്കുക, അനാവശ്യമായിട്ട് സംസാരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. അനാവശ്യമായിട്ട് സംസാരിക്കുന്നതും പ്രജൽപ. ഒരു ബുക്ക് എഴുതിയാൽ, ഒരു നോവൽ എഴുതിയാൽ, എന്താണ് ഭഗവാനെ കുറിച്ച് അല്ലാതെ നമ്മൾ എന്തെങ്കിലും നോവലോ കഥകളോ ഒക്കെ എഴുതിയാൽ അതും പ്രജൽപ തന്നെയാണ്. അതേപോലെ അതിനെ നമ്മൾ വേറൊരാൾ സംസാരിക്കുന്നത് കേൾക്കും, കുറേ കേൾക്കും, പ്രജൽപ. അയാൾ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു, ന്യൂസ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. യൂസ്ലെസ് ആയിട്ട് ഒരു കാര്യമില്ലാതെ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ്സ്, എന്താണ് ഈ ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷനിൽ ഒരാളെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇലക്ഷൻ തുടങ്ങിയില്ല, ഇനി ഇലക്ഷനിൽ ഒരാൾ സെലക്ട് ചെയ്യപ്പെടും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ TV ചാനലിലും എല്ലാം കോരെ പ്രസംഗമായിരിക്കും. ഇതുകൊണ്ട് എന്ത് കാര്യമാണ്, ഒരു പ്രയോജനമില്ല. ഇങ്ങനെ എല്ലാവരും മാറി മാറി ഭയങ്കരമായിട്ട് സംസാരമായിരിക്കും. ഇലക്ഷൻ തീർന്നു കഴിഞ്ഞാലോ സംസാരിച്ചതിനെ ചൊല്ലി പിന്നെയും സംസാരിക്കും. അപ്പൊ ഇങ്ങനെ പ്രയോജനമില്ലാത്ത സംസാരമാണ് നടക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും അതേ തന്നെയാണ്, പ്രജൽപ തന്നെയാണ്. അപ്പോ ഒരു പുസ്തകം വായിച്ചാലും പ്രജൽപ തന്നെയാണ്. കാരണം അത് ഭഗവാനെ കുറിച്ചല്ല, അത് ആവശ്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്, അതും പ്രജൽപ തന്നെയാണ്. എഴുതുന്നതും പ്രജൽപ. നമ്മൾ ഈ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ വരുമ്പോൾ അവിടെ പോയി നോക്കിയാൽ ചിലപ്പോൾ തമാശ തോന്നും. എന്തൊക്കെ ബുക്കുകളാണ് ഇരിക്കുന്നത്. പൂച്ചയെ എങ്ങനെ വളർത്താം, പട്ടിയെ എങ്ങനെ വളർത്താം, ഫാമിലി പ്രോബ്ലം എങ്ങനെ തീർക്കാം, അങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞ് ഇനി ചെടി വളർത്തുന്നത് എങ്ങനെ, എന്തൊക്കെ ഉണ്ടോ എല്ലാ തരത്തിലും പുസ്തകങ്ങളും അവിടെ കിട്ടും. പക്ഷെ എന്തുമാത്രം കാണില്ല, ഭഗവാനെ കുറിച്ച് മാത്രം അവിടെ കാണില്ല. അത് റെയറായിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പോയിരിക്കുന്നത്, നമ്മുടെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കും. അവിടെ തിരക്ക് കാണില്ല, ബാക്കി എല്ലായിടത്തും തിരക്കുകൾ ഉണ്ടാവും. ഇവിടെ അവരൊന്നും സംസാരിക്കേണ്ട, ബുക്കുകൾ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ കുറെ സംസാരിക്കണം, ഈ കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, എങ്കിലും നമ്മളെ നിന്ന് ഒരു ബുക്ക് മേടിച്ചിട്ട് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ വാല്യൂ ഉള്ള സാധനം ഇവിടെയാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് ഈ വായസ തീർത്ഥ എന്ന് പറയും. കാക്കകൾ എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ചവറുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷെ അന്നപക്ഷികൾ എവിടെ ഉണ്ടാവും, തെളിഞ്ഞ സ്ഥലത്തില് താമരക്കുളത്തിലാണ് ആയിരിക്കുക അന്നപക്ഷി ഇരിക്കുക. അപ്പൊ അതുപോലെ ഇവിടെ ഡിവോട്ടീസ് മാത്രം വരും, ആധ്യാത്മിക ടേസ്റ്റ് ഉള്ളവർ മാത്രമാണ് ഈ കൗണ്ടറിൽ വരിക, ബാക്കിയുള്ളവരെല്ലാം ബാക്കി കൗണ്ടറിൽ കാണും. അതുപോലെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഈവൻ ഒരു വയസ്സായാൽ പോലും ആൾക്കാർ എങ്ങനെയാ സമയം ചെലവ് ചെയ്യുന്നത് വെച്ചാൽ TV കാണും. ഇന്ന് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യും, TV ഒന്നും വേണ്ട. ഇന്ന് വീട്ടിൽ TV ഒന്നും പോകുന്നില്ല. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ TV ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച്, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാണണം. കാരണം ഒരു TV 10 TV വാങ്ങിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു TV കാണും, അവിടെ നിന്ന് എല്ലാവരും കാണും, അല്ലെങ്കിൽ 2 TV കാണും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ആർക്കും TV വേണ്ട, എല്ലാവരും മൊബൈലിലാണ് ഇരിക്കുന്നത്. ഓഫീസ് വിട്ട് വരും, ഒരാള് ഹസ്ബൻഡ് ഒരു റൂമില്, ഭാര്യ ഒരു റൂമില്.
വൈഫ് വേറൊരു റൂമിൽ, കുട്ടികൾ വേറെ 2 റൂമിൽ പോയിരിക്കും. ഇങ്ങനെ എന്താണ് അവരുണ്ട്. എന്നിട്ട് കഴിക്കുമ്പോൾ എങ്കിലും ഇവർ സംസാരിക്കോ ഇല്ല. കഴിക്കുമ്പോഴും മൊബൈൽ എടുത്തിട്ട് വരും. എന്നിട്ട് അതിനിങ്ങനെ അതിന് ഉപ്പുണ്ടോ എരിവുണ്ടോ പുളിയുണ്ടോ ഒന്നും അറിയില്ല. അതിങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും ഡൈജഷൻ ആവില്ല ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ. അവരെങ്ങനെയാണ് കഴിക്കുന്നത്? കാരണം കോൺഷ്യസ് ഇല്ലാതെ വരുന്നതുകൊണ്ട് അതിനെ ഡൈജഷൻ ചെയ്യാനുള്ള സാധനമൊന്നും പ്രൊഡ്യൂസ് ആവില്ല ബോഡിക്കകത്ത്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഫുഡ് കണ്ട ഉടനെ തന്നെ ഇത് പ്രൊഡ്യൂസ് ആവും. ഇതൊന്നും ഇല്ല. ഇത് ചുമ്മാ മൊബൈൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. ഉപ്പുണ്ടാ? ആ ഉണ്ട്. ഇല്ലേ? ഇല്ല, ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. കോൺഷ്യസേ ഇല്ലാതെ ആൾക്കാർ സംസാരിക്കുന്നില്ല തമ്മിൽ. ആൾക്കാർ വീട്ടിൽ പോലും സംസാരിക്കില്ല. അച്ഛൻ മക്കളുടെ അടുത്ത്, ഭാര്യ ഹസ്ബൻഡിന്റെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട്? സമയമില്ല അവർക്ക്. അവരിങ്ങനെ എന്തെങ്കിലും തമാശ, എന്തെങ്കിലും ഒരു യൂസ്ലെസ് ആയിട്ട്, ഇതെല്ലാം പ്രജൽഭ എന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ നോവൽ എഴുതുന്നത് പ്രജൽഭ, പട്ടിയെ വളർത്തുന്നത്, കാരണം ഈശ്വരനെ കുറിച്ച് ചെയ്യുന്നില്ല, വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇതൊന്നും ഒരു പ്രയോജനമില്ലാത്ത ആക്ടിവിറ്റീസ് ആണ്. ഇതും പ്രജൽഭ. 3 കാര്യം നോക്കിയിട്ടുണ്ട്. അത്യാഹാര, ആവശ്യത്തിനധികമായിട്ട് ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിനധികമായിട്ട് എന്താ പറയാ ജോലി ചെയ്യുന്നത് അത്യാഹാര. ഇനി അത്യാഹാര പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്. എന്തിനാണ് അന്ന് പോലും അറിയാതെ കഠിനാധ്വാനം ചെയ്ത് പ്രജൽഭ എന്ന് പറയുമ്പോൾ സംസാരിക്കുക. തവളയെ പോലെയാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാമ്പ് വന്ന് തിന്നിട്ട് പോകും. നമ്മുടെ ജീവൻ, ആയുസ് കുറയും. ശരിക്കും ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിച്ചാൽ ആയുസ് കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൃഷ്ണനെ കുറിച്ച്, യോഗിമാർക്ക് അതുകൊണ്ടാണ് ആയുസ് കൂടുതൽ. അവർ 100 വർഷം ജീവിക്കും, 150 വർഷം ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ബ്രീത്ത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ അവരെന്താണ്? കുറച്ചേ സംസാരിക്കുന്നുള്ളൂ, കുറച്ചേ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ ഭഗവാനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേ അവരുടെ ലൈഫ് സ്പാൻ കൂടും, ടൈം കൂടും, അവർക്ക് എക്സ്ട്രാ കിട്ടും. നമ്മൾ പെട്ടെന്ന് ചത്തുപോകും. മൃഗങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് നമ്മളെക്കാളും ലൈഫ് കുറവാണ്. അവരിങ്ങനെ വെറുതെ കിടന്നിങ്ങനെ കയറി വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന്റെ ലൈഫ് കുറയും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് എടുത്തതിൽ ചോദിക്കാം, ബാക്കി അടുത്ത ആഴ്ച. ഇങ്ങനെ എടുത്താൽ മതിയോ ഒരു അഭിപ്രായം? അല്ല ഒരു ശ്ലോക ഒരാഴ്ചയിൽ എടുത്ത് തീർക്കണോ? പതുക്കെ പോയാൽ മതി പ്രഭുജി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകങ്ങളിലേക്ക് പോയാൽ മതി വരണം. പ്രഭുജി, നന്നായി മനസ്സിലാക്കി. കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞു പോവാം. അത് തിരുപ്പി കൂട്ടണ്ട. വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പറഞ്ഞോ? ഇന്നത്തെ ക്ലാസ് തടസ്ഥ ശക്തിനെ പറഞ്ഞാണ്. ശക്തി മാർജിനൽ എനർജി. അതായത് നമ്മള് ജീവാത്മാവിന് ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാതെ ഭൗതികമായിട്ടും പോകാൻ പറ്റും. അപ്പൊ ജീവാത്മാവ് ഏത് ശക്തിയിലായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടസ്സ ശക്തിയിലാണ് ഇരിക്കുന്നത്, മാർജിനൽ എനർജിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവാത്മാവിന് ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആധ്യാത്മികവാദിയായിട്ടാകും. അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനായിരിക്കും, മായയായിരിക്കില്ല. ഇല്ല, മായയാണ് കൂടുതലായിട്ട് പോയി ഭൗതിക വിഷയത്തിലാണ് താല്പര്യം കൂടുതൽ പോയാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഏത് ശക്തിയായിരിക്കും? മായയുടെ ശക്തിയായിരിക്കും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇപ്പൊ ശക്തി നടുത്തരത്തിലുള്ള ശക്തിയാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഭഗവാന്റെ കൺട്രോളിലും പോകാം, മായയുടെ കൺട്രോളിലും പോകാം. അങ്ങനെ 3 ശക്തിയാണ്. മനസ്സിലായോ? ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച കാണാം. വാഞ്ചാകൽപാതരൂപ്യസ്യ കൃപാസിന്ധുഭ്യേവ